നമ്മുടെയൊക്കെ അടുക്കളകളിൽ ഗ്യാസ് കിട്ടാതായപ്പോൾ റിഡംഷൻ കിട്ടിയ ഒരു ക്യാരക്ടറാണ് പ്രഭാകരൻ കോട്ടപ്പള്ളി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇതേപോലെ തന്നെ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കോമ്പോയുടെ കോമഡിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ക്യാരക്ടറാണ് ഒരു കുട്ടി എന്ന നിലയിലും ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും ഒക്കെ തന്റെ അവകാശങ്ങളെ കുറിച്ചും റൈറ്റ്സിനെ കുറിച്ചും ഒക്കെ അവെയർ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാജു. കൈയെടുക്കാൻ ദേഹത്തോട്ടുള്ള കളി വേണ്ട. രക്ഷിതാക്കൾ അടിച്ചും പിടിച്ചും കുട്ടികളെ അടിമകളാക്കിയിരുന്ന കാലം എന്നേ കടന്നുപോയി. കാലത്തിനനുസരിച്ച് സ്കൂളിലെ സിലബസുകൾ മാറ്റുന്നതിനെ കുറിച്ചും രാജുവിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞങ്ങൾ അസ്വസ്ഥരാണ്. പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഉമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസാങ്ങിന്റെ യാത്രാവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. പരീക്ഷാ പേപ്പറും മാർക്കിടലും ഒക്കെ നിർത്തിയിട്ട് IQ നോക്കട്ടെ. അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന കസിനോട് രാജുവിന് ചോദിക്കാനുണ്ടായിരുന്നത് ഇതാണ്. അമേരിക്കൻ വിദ്യാർത്ഥികളൊക്കെ വർഗബോധമുള്ളവരാണോ? ഇത്രയൊക്കെ അവെയർ ആയിരുന്ന, ഇന്റലിജന്റ് ആയിരുന്ന രാജുവിനോട് പക്ഷെ രാജുവിന്റെ സ്കൂളുകാർ ചെയ്തത് ഇതാണ്. ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഞാനൊരു ബദൽ രേഖ സമർപ്പിച്ചു. ഹെഡ് മാസ്റ്റർ എന്നെ പുറത്താക്കി. പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ അഴുക്കുചാലിൽ വീണ് എന്റെ പെങ്ങൾ മുങ്ങിച്ചാവുകയാണ്. കഷ്ടം.